എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അരിയൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊന്ന് കഴുകി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് മോനൊന്നും സ്കൂളിൽ പോകണ്ട, പിന്നെ ചെറിയ മഴയൊക്കെ ഉണ്ട്, പിള്ളേരെല്ലാവരും നല്ല ഉറക്കമാണ്. എന്നാലും കാശിക്കുട്ടനൊരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ സാധാരണ എണീക്കാറ്. ഞാൻ മിക്ക ദിവസങ്ങളിലും നേരത്തെ എണീക്കും, എന്നിട്ട് ജോലിയൊക്കെ ഒരുവിധം അങ്ങ് ഒതുക്കും. പിന്നെ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ 5 മണിക്ക് എണീറ്റാലും 4 മണിക്ക് എണീറ്റാലും 1-2 ദിവസമൊക്കെ ഇങ്ങനെ സ്ഥിരം അടുപ്പിച്ച് എണീക്കുമ്പോഴത്തേന് പിന്നെ അതൊരു ശീലമായിക്കോളും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം താമസിച്ച് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് എണീക്കാൻ തോന്നത്തുള്ളൂ, അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവധി ദിവസമാണെങ്കിലും ഞാൻ രാവിലെ തന്നെ അങ്ങ് എണീക്കും. പിന്നെ സ്കൂളുള്ള ദിവസം താമസിച്ച് എണീച്ചാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ ജോലിയൊക്കെ ഒതുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എണീറ്റ് അരിയൊക്കെ അടുപ്പത്തിട്ട് കേട്ടോ. പിന്നെ തലേന്ന് കുറച്ച് നമ്മൾ ചോറൊക്കെ കഴിച്ചതിൻ്റെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, പിന്നെ ഞാനത് കഴുകാതാണ് കിടന്നത് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് വന്ന് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രമൊന്നും കഴുകാൻ തോന്നത്തില്ല, അതവിടെ ഇട്ടേക്കും. പിന്നെ തലേന്ന് തന്നെ പാത്രമെല്ലാം കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ജോലിയൊക്കെ ചെയ്യാൻ നല്ലൊരു ഉന്മേഷമാണ്. അല്ലാതെ പാത്രമൊക്കെ അവിടെയൊക്കെ വാരി വലിച്ചിട്ടിരുന്നാൽ പിന്നെ ജോലി ചെയ്യാനും ഒരു മടിയാണ്, ഒരു അടുക്കളയിൽ കയറാൻ തന്നെ ഒരു വല്ലായ്കയാണ്. ഞാൻ മിക്ക ദിവസവും അങ്ങനെയാണ്, തലേന്ന് പാത്രങ്ങളും ചോറ് കഴിച്ചതിൻ്റെ പാത്രങ്ങളൊന്നും കഴുകാതെ അവിടെ ഇട്ടേക്കും, എന്നിട്ട് രാവിലെ എണീറ്റാണ് കഴുകുന്നത്. ചില ദിവസം നല്ല മൂടാണെങ്കിൽ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് കിടക്കും. അപ്പോൾ ഇന്നലത്തെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകി വെച്ചിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരെ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പുറത്ത് സാധാരണ ഒരു വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഇഷ്ടപ്പെടുന്നവർ കാണുന്നുണ്ടെങ്കിൽ എന്നും വീഡിയോയൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ നേരം വെളുത്തതിന് ശേഷം 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ മീൻ വരുന്നത് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടൻ എണീറ്റിട്ട് മീൻ മേടിക്കാൻ വേണ്ടി അവിടെ പോയി നിൽപ്പുണ്ട്. അപ്പം മഴയുടെ ഒരു കോളാണ് കേട്ടോ, മഴയുടെ ഒരു അന്തരീക്ഷം. അപ്പോൾ ഇന്നലെ മുതലേ ശനിയാഴ്ച മുതലേ ഇങ്ങനെ വെയിലൊന്നുമില്ല, അങ്ങനെ മൂടി അടച്ചാണ് അന്തരീക്ഷം. അപ്പോൾ ഇന്നും രാവിലെ മുതലും രാത്രിയൊക്കെ ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങി. അപ്പോൾ തുണികളൊക്കെ കഴുകിയതൊന്നും ഉണങ്ങാതെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഞാൻ കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് വന്ന് മുട്ടകളെല്ലാം പറക്കിക്കൊണ്ട് വന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കായിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പുമാവും ഓരോ മുട്ടയുമാണ് രാവിലെ കാപ്പി. പിന്നെ തേയില വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. പിള്ളേർക്കാണെങ്കിൽ ഓരോ മുട്ടയും വാട്ടി കൊടുത്തു കേട്ടോ. പിന്നെ കാശിക്കുട്ടൻ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മീൻ ഇന്ന് വാത്തിക്കാരിലാണ് കിട്ടിയത്, അപ്പോൾ അത് വറുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള അരപ്പൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് വറുത്തെടുക്കുകയാണേ. അപ്പോൾ വാത്തിക്കാരിൽ തേങ്ങ അരച്ച് കറി വയ്ക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നിപ്പം തേങ്ങയൊന്നും അരച്ച് കറി വയ്ക്കുന്നില്ല, അല്ലാതെ വറുത്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് വറുത്തെടുക്കുകയാണ്. പിന്നെ ചമ്മന്തിയും മീൻ വറുത്തതുമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ തിരികെ വെച്ചിട്ടുണ്ട്, അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും പുളിയും ഉള്ളിയും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 2-3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ടേ. പിന്നെ ഞാൻ വൈകിട്ടാണ് വീഡിയോ എടുത്തത്. നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലിയതിന് ശേഷം അമ്പലത്തിലോട്ടൊന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട്. കാശിക്കുട്ടൻ മിക്ക ദിവസമൊക്കെ ഇറങ്ങിപ്പോവും, നേരത്തെയൊക്കെ എന്നും പോകുമായിരുന്നു. ഇപ്പം ഇടയ്ക്ക് അങ്ങനെ എനിക്ക് വയ്യായ്കയൊക്കെ ആയതിന് ശേഷം അങ്ങനെ പോവാറൊന്നുമില്ലായിരുന്നു. അപ്പം ഇന്ന് മുതൽ പോകാമെന്ന് കരുതി. ഇന്ന് കാപ്പിടുന്ന ദിവസമാണ്. എല്ലാവരും തൈപ്പൂയൊക്കെ അടുത്ത മാസം തൈപ്പൂയല്ലേ, അപ്പോൾ നമുക്ക് തൈപ്പൂയത്തിനാണ് ഇവിടെ ഉത്സവം. അപ്പം ഇന്ന് മുതൽ കാപ്പിട്ട് തുടങ്ങുകയാണ് ശൂലം കുത്താനുള്ള കൊച്ചുങ്ങളൊക്കെ. അപ്പം നമ്മൾ കാണാൻ ഇറങ്ങി പോകാമെന്ന് കരുതി. അങ്ങനെ ഞാനും കാശിക്കുട്ടനോട് അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഇറങ്ങി വരുന്ന വഴിയിലെല്ലാം ചെളിയായി കിടക്കുകയാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടാണ് നടന്നു പോവാൻ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് പിന്നെ സ്റ്റേജിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ വന്ന് ദീപാരാധനയൊക്കെ കണ്ടതിന് ശേഷം കാപ്പ് ഇടുന്നിടത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം കാശിക്ക് പേടിയാണ്. അപ്പോൾ കാപ്പിടുമ്പം അവർ ചിലരൊക്കെ കരയൊക്കെ ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ബഹളം വയ്ക്കും. അപ്പോൾ കാശിക്കത് ഭയങ്കര പേടിയാണ്, കാണാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞതാണ്. എന്നാലും ഞാൻ
അവിടെ നിന്ന് നമ്മൾ പിന്നെ കണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ.